മഹാനായ ഹുസൈൻ സൈനുൽ ആബിദീൻ റളിയല്ലാഹു അൻഹു നിസ്കാരത്തിന് വേണ്ടി വുദു എടുക്കുമ്പോൾ മുഖം ചമക്കുമായിരുന്നു, ശരീരം വിറക്കുമായിരുന്നു. ആളുകൾ ചോദിക്കുന്നു, എന്തിനാണ് ഈ വിറയൽ, എന്തിനാണ് മുഖമൊക്കെ പേടിക്കുന്നത്? അവർ പറയും, അതദറൂന ബൈന യദൈ മൻ നഖൂം, ആരുടെ മുമ്പിലാണ് ഞാൻ നിൽക്കാൻ പോകുന്നത് എന്ന് നിങ്ങൾക്കറിയുമോ? ആ റബ്ബിനെ ഓർക്കുമ്പോൾ എനിക്ക് പേടി തോന്നുന്നു. നിസ്കരിക്കാൻ നിൽക്കുമ്പോഴേക്കും നമ്മൾ വുദു എടുത്ത് ഓടുകയാണ്. നിങ്ങൾ നിസ്കാരത്തിലേക്ക് വരണം. വഅലൈക്കുമുസ് സകീന, നിങ്ങളുടെ മുഖത്ത് ശാന്തതയും ശാന്തഭാവവും വേണം. ലാ തഅതൂഹാ വഅൻതും തഅദൂൻ, ഓടിക്കൊണ്ട് നിസ്കാരത്തിലേക്ക് വരരുത്. നബി തങ്ങൾ പറയാറുണ്ട്, നമ്മൾ റക്അത്ത് പിടിക്കാനായിരിക്കും ട്രെയിനിലൊക്കെ ചാടി കയറുന്ന പോലെ നമ്മൾ ഓടിക്കയറി പിടിക്കുകയാണ് ഒരു റുക്കൂഴ കിട്ടാൻ വേണ്ടി. എന്നാൽ പിന്നെ ഒരു റക്അത്ത് നിസ്കരിക്കണ്ടല്ലോ, റുക്കൂഴ കിട്ടാൻ വേണ്ടി മുറ്റത്ത് ചെരുപ്പൊക്കെ ഊരിയിട്ട് ഒരൊറ്റ ഓട്ടം അകത്തേക്ക്. അങ്ങനെ ചെയ്യല്ലേ. നിങ്ങൾ വരുമ്പോൾ വഅലൈക്കുമുസ് സകീന, നിങ്ങളുടെ മുഖത്തെ ശാന്തത വേണം. അല്ലാഹുവിന്റെ മുമ്പിലേക്ക് വരികയാണ്. അപ്പൊ എന്ത് ചെയ്യണം? മൊബൈൽ ഫോണൊക്കെ പള്ളിയിലേക്ക് എത്തും മുമ്പേ ഓഫ് ചെയ്യുക. അവിടേക്ക് എത്തും മുമ്പേ അനാവശ്യമായ വർത്തമാനങ്ങളൊക്കെ നിർത്തിവെക്കുക, എന്നിട്ട് കയറുക. നമുക്ക് അധികം ആളുകൾക്കുമുള്ള പരാതിയാണ്, നിസ്കരിക്കുമ്പോൾ അള്ളാനെ ഓർമ്മ വരുന്നില്ല. നാട്ടിലത്തെ എല്ലാ കാര്യവും ഓർമ്മ വരുന്നുണ്ട്, അള്ളാനെ മാത്രം ഓർമ്മ വരുന്നില്ല. നിസ്കരിക്കാൻ നിൽക്കുമ്പോൾ അള്ളാഹുവിനെ സംബന്ധിച്ചുള്ള ബോധം വരുന്നില്ല. എന്തുകൊണ്ട് വരുന്നില്ല? നമ്മളതിൻ്റെ മുമ്പ് തന്നെ ഒരുങ്ങിയിട്ടുണ്ടോ ഇല്ലയോ എന്നതാണ് വിഷയം. പള്ളിക്ക് വരുമ്പോൾ തന്നെ രാഷ്ട്രീയം പറഞ്ഞിട്ടാണ് വരുന്നത്. പിന്നെ ഇപ്പൊ എങ്ങനെ നിസ്കാരത്തിൽ ശ്രദ്ധ വരിക? പള്ളിയിലേക്ക് വരുമ്പോഴേ വഅലൈക്കുമുസ് സകീന, നിങ്ങളുടെ മുഖത്ത് ശാന്തഭാവം വേണം. നിങ്ങൾ അങ്ങനെയാണ് വരേണ്ടത്. ഐഹികമായ ചർച്ചയിൽ നിന്ന് മനസ്സിനെ നിങ്ങൾ മാറ്റി നിർത്തണം. അങ്ങനെ വന്നാൽ നിങ്ങൾക്ക് അല്ലാഹുവിന്റെ മുമ്പിൽ നിൽക്കുന്ന ആ നൃത്തത്തിന്റെ ഒരു രസം അനുഭവിക്കാൻ കഴിയും. ലദ്ദത്തുൽ മുനാജാ, അല്ലാഹു തആല ആ ഒരു രസം അനുഭവിക്കാനുള്ള ഭാഗ്യം നമുക്ക് തന്നാൽ നിസ്കാരം മതി വരാതെ പോലെ തോന്നും. എത്ര നീണ്ടുപോയാലും നിസ്കാരത്തിലെ ആനന്ദം. തറാവീഹൊക്കെ അധിക ആളുകളൊക്കെ എവിടെയാ പെട്ടെന്ന് കഴിയാൻ നോക്കുക. ഏതെങ്കിലും ഒരു ഉസ്താദ് ദീർഘമായി നിസ്കരിക്കണ്ടെങ്കിൽ അവരെ പിരിച്ചുവിടും. അടുത്ത കൊല്ലം അവരെ പറ്റൂല കേട്ടോ. എന്തേ? നിസ്കാരം കുറെ 3/4 മണിക്കൂർ എടുക്കുന്നുണ്ട്, മറ്റടുത്ത് 25 മിനിറ്റ് തീരുന്നുണ്ടല്ലോ. എന്തിനാ അങ്ങ് അത്ര തിരക്കുള്ളവർ നിസ്കരിക്കാൻ പോണോ? വേറെ എങ്ങോട്ടേയും പോയാൽ പോരെ? അത്ര തിരക്കുള്ളവരെന്തിനാ? അള്ളാഹുവിന്റെ മുമ്പിലേക്ക് കൊടുക്കാൻ നമുക്ക് സമയമല്ല. വെറുതെ ഇരുന്ന് വർത്താനം പറയാനൊക്കെ ഇഷ്ടംപോലെ സമയമുണ്ട്. നിസ്കാരം നീണ്ടുപോകുമ്പോഴേക്കും ഇടക്കിടക്ക് നിസ്കാരത്തിന്റെ വാച്ചിലേക്ക് നോക്കി, എന്താ ഇമാമ സലാം കിട്ടാത്തത്? കുറെ നേരമായല്ലോ. എന്താ ഇമാമ ഖുർആൻ തിലാവത്ത് നീട്ടിക്കൊണ്ടുപോകുന്നത്? കുറെ സമയമായല്ലോ. അതൊക്കെ തോന്നുന്നത് നമുക്ക് ആ വിഷയത്തിൽ ആനന്ദിക്കാൻ കഴിയാത്തത് കൊണ്ടാണ്. മഹാന്മാരത് ആനന്ദിക്കുകയാണ്. അല്ലാഹുവിന്റെ മുമ്പിലേക്ക് കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇദാ ഹസബഹു അംറുൻ ഫസിഅ ഇല സ്വലാഹ്. നബി ഞങ്ങൾക്ക് എന്തെങ്കിലും ഒരു പ്രയാസം വന്നാൽ, ഒരു ബുദ്ധിമുട്ട് വന്നാൽ, ഒരു മനസ്സങ്കോചമുള്ള, മനസ്സിന് വിഷമമുള്ള എന്തെങ്കിലും ഒരു അനുഭവം വന്നാൽ ഫസിഅ ഇല സ്വലാഹ്, നിസ്കാരത്തിലേക്ക് എഴുന്നേറ്റ് നിൽക്കും. ഉടനെ വുളൂ ചെയ്ത് നിസ്കരിക്കും. ഒരു ടെൻഷൻ വന്നാൽ പിന്നെ അതാണ്. നമ്മുടെ ടെൻഷൻ വന്നാൽ ചിലപ്പോൾ കമിഴ്ന്ന് കിടന്ന് ഉറങ്ങിയെന്ന് വരും. ഇനി ഒന്നും എനിക്ക് കേൾക്കണ്ട, ഒന്നും അറിയാൻ. അങ്ങനെയല്ല, വേഗം വുളൂ എടുക്കുക, അള്ളാഹുവിന്റെ മുമ്പിലേക്ക് ചെല്ലുക, 2 റക്അത്ത് നിസ്കരിക്കുക. എന്തെന്നില്ലാത്തൊരു സമാധാനം അള്ളാഹു തരും. മനസ്സമാധാനം നിസ്കാരത്തിലൂടെയാണ് ലഭിക്കുന്നത്. മാഷാ അല്ലാഹ്, അള്ളാഹു നമുക്കത് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഉർവത്ത് ഇബ്നു സുബൈർ റളിയല്ലാഹു അൻഹു പറയുന്നു, എത്രയോ നേരം അള്ളാഹുവിന്റെ റസൂലിന്റെ ഭാര്യ നമ്മുടെ ഉമ്മയായ ആയിഷ റളിയല്ലാഹു അൻഹ ഹബീബിന്റെ വഫാത്തിന് ശേഷം ഈ ഒരൊറ്റ ആയത്തോതി ഒരുപാട് നേരം നിസ്കരിച്ചപ്പോ ഞാനൊന്ന് അങ്ങാടിയിൽ പോയി തിരിച്ചു വരട്ടെ എന്ന് വിചാരിച്ചു. അങ്ങാടിയിൽ പോയി തിരിച്ചു വന്നപ്പോഴും ആയിഷ റളിയല്ലാഹു അൻഹ ഓതുന്നുണ്ട്, ഫമന്നല്ലാഹു അലൈനാ വവഖാനാ അദാബസ് സമൂം. വിശുദ്ധമായ ഖുർആനിന്റെ ഈ ആയത്ത് ആയിഷ ബീവി ഓതുന്നത് എനിക്ക് അപ്പോഴും കാണാൻ കഴിഞ്ഞു. ഉമ്മ നിർത്തിയിട്ടില്ല, ഒരേ ഒരു നൃത്തമാണ്. നാളെ പരലോകത്തിന്റെ ചിന്തയിലാണ്. അർത്ഥമറിഞ്ഞ് ഓതുമ്പോ അതാണ് പ്രത്യേകത. അങ്ങനെ ഒരു ഇബാദത്തിന്റെ അനുഭവം ഉമ്മമാരെ, സഹോദരിമാരെ നമുക്കുണ്ടോ? നമ്മുടെ മക്കളെ നമ്മൾ അങ്ങനെ കാണുന്നുണ്ടോ? ഉമ്മയെ കാണുമ്പോൾ ഉമ്മ നിസ്കാരത്തിലാണ്, തിരിച്ചു വരുമ്പോഴും ഉമ്മ നിസ്കാരത്തിലാണ്. അല്ലെങ്കിൽ ഉമ്മ ഖുർആൻ ഓതുകയാ, അങ്ങാടിയിൽ പോയി വന്നപ്പോഴും ഉമ്മ ഖുർആൻ ഓത്തിലാണ്. നമ്മുടെ മക്കൾക്ക് പറയണ്ടാവും, പോകുമ്പോൾ ഉമ്മ ഒരു സീരിയലിലാണ്, അത് കഴിഞ്ഞപ്പോൾ മറ്റേ ചാനലിലേക്ക് മാറിയിട്ടുണ്ട്, അത് കഴിഞ്ഞപ്പോൾ അടുത്ത ചാനലിലേക്ക് മാറിയിട്ടുണ്ട്, ഉമ്മ എണീറ്റിട്ടുള്ള ടീവിന്റെ മുമ്പെന്ന്. അത് പറയാൻ ഒരുപാട് മക്കൾക്ക് കഴിയും. ഈ അനുഭവങ്ങൾ നമ്മുടെ മക്കൾക്ക് കൊടുക്കാൻ പറ്റുന്നുണ്ടോ? ഫമന്നല്ലാഹു അലൈനാ
ووقانا عذاب السموم. മാലിക് ഇബ്നു ദീനാർ റളിയല്ലാഹു തആല അൻഹു ഒരുപാട് നേരം രാത്രി നിസ്കരിക്കുമ്പോൾ താടിയിൽ പിടിച്ചിങ്ങനെ കരയും, യാ റബ്ബ്, അല്ലാഹുവേ. മാലിക് ഇബ്നു ദീനാർ സയ്യിദ് സാഹിദീൻ റളിയല്ലാഹു അൻഹു രാത്രി എഴുന്നേറ്റ് നിസ്കരിക്കാൻ വേണ്ടി നിൽക്കുമ്പോ താടി പിടിച്ചുകൊണ്ട് ഇങ്ങനെ കരഞ്ഞുകൊണ്ട് പറയും, അല്ലാഹുവേ, ഖദ് അലിംത സാകിനൽ ജന്ന വസാകിനൻ നാർ. ആരൊക്കെയാണ് നരകത്തിലേക്ക് പോകുന്നതെന്ന്, ആരൊക്കെയാണ് സ്വർഗത്തിലേക്ക് വരുന്നതെന്ന് റബ്ബേ നിനക്കറിയുമല്ലോ. ഫഫീ അയ്യി ദാറൈനി ദാറു മാലികിൻ മൻസിലു മാലികിൻ റബ്ബേ, ഈ രണ്ട് വീടുകളിൽ മാലിക്കിന്റെ വീട് ഏതാണെന്നൊന്ന് പറഞ്ഞു തരുമോ റബ്ബേ? ഞാൻ നരകത്തിലാണോ അല്ല സ്വർഗത്തിലാണോ? കരഞ്ഞുകൊണ്ട് ഇങ്ങനെ പറയും, തതജാഫാ ജുനൂബുഹും അനിൽ മളാജിഇ യദ്ഊന റബ്ബഹും ഖൗഫൻ വതമഅ വമിമ്മാ റസഖ്നാഹും യുൻഫിഖൂൻ. എത്രയോ നേരം പാതിരാത്രിയോളം മാലിക് റളിയല്ലാഹു അൻഹുവിന്റെ ജ്യേഷ്ഠന്റെ മകൻ മഹാനവറുകൾ എങ്ങനെയാണ് നിസ്കരിക്കുന്നതെന്നറിയാൻ വേണ്ടി കട്ടിലിനടിയിൽ ഒളിച്ചു കിടന്നൊരനുഭവമുണ്ട്. രാത്രിയിൽ അമ്മാവന്റെ അല്ലെങ്കിൽ തന്റെ മൂത്താപ്പയുടെ നിസ്കാരം എങ്ങനെയുണ്ട് എന്നറിയാൻ കട്ടിലിനടിയിൽ പോയി കിടന്നു. ആ ചെറുപ്പക്കാരൻ പറയാണ്, മാലിക് ഇബ്നു ദീനാർ എന്നവർ വുദൂ ചെയ്ത് റൂമിലേക്ക് വരുന്നത് ഞാൻ അറിഞ്ഞു. ഞാൻ അവിടെ പാത്തും പതിഞ്ഞും കിടക്കുകയാണ്. നിസ്കാരമാണ് ഇതിന്റെ അകത്ത് നടക്കുന്നതെന്ന് എനിക്കറിയാം. അതിന്റെ രൂപമെന്നറിയാൻ വേണ്ടിയാ ഞാൻ വന്നത്. വന്നതിൽ പിന്നെ മഹാനവറുകൾ പറയാൻ തുടങ്ങി, റബ്ബേ, നരകത്തിലേക്ക് പോകുന്നവരുടെ പേര് നിന്റെ കയ്യിലുണ്ടല്ലോ, സ്വർഗത്തിലേക്ക് പോകുന്നവരുടെ പേര് നിന്റെ കയ്യിലുണ്ടല്ലോ. ഫഫീ അയ്യി ദാറൈനി മൻസിലു മാലികിൻ, മാലിക്കിന്റെ വീട്, ഈ മാലിക് ഇബ്നു ദീനാറിന്റെ വീട് ഏത് ലോകത്താണ് റബ്ബേ? ഞാൻ സ്വർഗവാസിയാണോ നരകവാസിയാണോ എന്ന് താടി പിടിച്ച് രാത്രിയുടെ 2/3 ഭാഗം കഴിയുന്നവരെ കരഞ്ഞ് 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 ഈ വാക്ക് പറഞ്ഞു നിൽക്കുന്നത് കണ്ടു. പിന്നെയാണ് നിസ്കരിക്കാൻ പോകുന്നത്. മണിക്കൂറുകളോളം മഹാനവറുകൾ താടി പിടിച്ച് കരച്ചിലാണ്. റബ്ബേ, മാലിക്കിന്റെ അവസ്ഥ എന്താണ്? ഫീ അയ്യി ദാറൈനി മൻസിലു മാലികിൻ. അങ്ങനെ ഇബാദത്തിലേക്ക് പേടിയോടുകൂടെ ഭയപ്പാടോടുകൂടെ അല്ലാഹുവിനെ സമീപിച്ചിരുന്ന നമ്മുടെ മുൻഗാമികൾ, അവരുടെ നിസ്കാരത്തോട് നമ്മുടെ നിസ്കാരം ഒന്ന് തുലനം ചെയ്ത് നോക്കുക. ഈ റമദാനിന്റെ പകലിൽ നമുക്കതിന് കഴിയും. ഇബാദത്തിന്റെ മൂഡിലാണ് നമ്മൾ, ഇബാദത്തിന്റെ ഒരു രസമുള്ള അനുഭവത്തിലാണ് നമ്മൾ. അല്ലാഹുവേ, ആനന്ദകരമായ നിന്നെ ഭയപ്പെടുന്ന നിസ്കാരം നൽകണേ തമ്പുരാനേ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അച്ചാ ഉസ്സലമി റളിയല്ലാഹു അൻഹു മഹാനവറുകൾക്ക് ബോധം കെട്ട് വീണപ്പോ അവരുടെ അരികത്തേക്ക് വരുന്നു മഹാനായ അലാ റളിയല്ലാഹു അൻഹു. ഭാര്യയോട് ചോദിച്ചു, മാ ബാലുഹു, എന്തേ അച്ചാ ഉസ്ലമി ഇങ്ങനെ ബോധം കെടാൻ കാരണം? പ്രഗൽഭനായ പണ്ഡിതനാണ്, അള്ളാഹുവിനെ ഭയപ്പെടുന്ന പണ്ഡിതനാണ്. അച്ചാ ഉസ്ലമി എന്തേ ബോധം കെട്ട് വീണത്? എന്തേ പ്രശ്നം? ഷുഗർ ഡൗൺ ആയതാണോ? പ്രഷർ ഡൗണോ ലോ? എന്താണ് ആയത്? ഹൈ ആണോ ലോ ആണോ? എന്താ വിഷയം? നമ്മൾ അങ്ങനെയാ ചോദിക്കുക. അതാ ഉസ്ലമിയുടെ ഭാര്യയോട് വിഷയം തിരക്കിയപ്പോഴാ പറഞ്ഞത്, അയൽവാസികൾ കുറെ പഴയ സാധനങ്ങളെടുത്ത് കത്തിക്കാൻ വേണ്ടി തീ വെച്ചപ്പോ തീയാളി പടർന്നപ്പോൾ നരകത്തെ കുറിച്ച് ഓർത്ത് തലകറങ്ങി വീണുപോയതാണ് എന്റെ ഭർത്താവ് അച്ചാ ഉസ്ലമി എന്ന് ഉമ്മു ജഅഫർ റളിയല്ലാഹു അൻഹാ. തീനാളം കണ്ടപ്പോ പേടിച്ചതാണ്. റബ്ബേ, നരകത്തിന്റെ തീ എന്തായിരിക്കും പടച്ചോനെ എന്ന് ഓർത്തുകൊണ്ട് അയൽവാസി കത്തിച്ച തീജ്വാലകൾ കണ്ടപ്പോൾ അല്ലാഹുവിന്റെ നരകത്തിന്റെ തീജ്വാലകളെ ഓർത്ത് ബോധം കെട്ടു വീണ മഹാനായ അച്ചാ ഉസ്ലമി റളിയല്ലാഹു അൻഹു എവിടെ എത്തി? മുഅ്മിനെ, അവരുടെയൊക്കെ ചിന്ത നമ്മൾ ആലോചിച്ച് നോക്കി. എവിടെ എത്തി? എവിടെയാണ് അവരുടെ ഈമാൻ കിടക്കുന്നത്? എവിടെയാണ് നമ്മുടേത്? നമ്മളും അവരും തമ്മിലുള്ള വ്യത്യാസം ഇവിടെ ഇങ്ങനെ ആലോചിക്കാൻ പറ്റും. തീജ്വാല കണ്ടപ്പോഴേക്കും നരകമോർക്കുന്നവർ. അതുകൊണ്ടാണല്ലോ സൂര്യകോളം നോക്കിയിട്ട് മുഅ്മിനീങ്ങൾ പറയേണ്ടത്, റബ്ബനാ മാ ഖലഖത ഹാദാ ബാതില സുബ്ഹാനക ഫഖിനാ അദാബന്നാർ. അല്ലാഹുവേ, നീ തീജ്വാലകളായ ഗോളങ്ങൾ വെറുതെ പടച്ചതല്ലല്ലോ റബ്ബേ. എല്ലാ ഗോളങ്ങളും കത്തുകയാണ്. ഭൂമി കത്തുന്നില്ല. ഏതാനും ചില ഗ്രഹങ്ങൾ ഒഴിച്ച് നക്ഷത്രങ്ങളൊക്കെ കത്തുകയാണ്, കത്തിപ്രകാശിക്കുന്നവയാണ്. ഹൈഡ്രജനും ഹീലിയവും തമ്മിലുള്ള പ്രോസസ്. സൂര്യഗോളത്തിനുള്ളിൽ ബില്യൺ കണക്കിന് കൊല്ലങ്ങളായി എവിടെ സൂര്യപ്രകാശം നൽകുന്ന
സൂര്യഗോളം തീജ്വാലകളാണല്ലോ റബ്ബേ. തീജ്വാലകളെ ആകാശത്ത് ഞങ്ങൾക്ക് വേണ്ടി പടച്ചു തന്ന റബ്ബേ, നീ തന്നെയാണല്ലോ നിന്നെ അനുസരിക്കാത്തവരെ കൊണ്ടുപോയിടുന്ന നരകവും പടച്ചത്. അല്ലാഹുവേ, റബ്ബനാ ഫഖിനാ അദാബന്നാർ, സൂര്യഗോളത്തെ നോക്കി പറയേണ്ടത് റബ്ബേ ഞങ്ങളെ നരകത്തിൽ നിന്നും കാക്കേണമേ എന്ന് ദുആ ചെയ്യേണ്ടവരാണ് നമ്മൾ. സൂര്യഗോളം കാണുമ്പോൾ നരകം ഓർമ്മ വരണം. പ്രപഞ്ചത്തിൽ ഒരുപാട് ഗോളങ്ങൾ കത്തിക്കൊണ്ടിരിക്കുന്നവയാണ്. ബിഗ് ബാങ്ങിന് ശേഷം, മഹാവിസ്ഫോടനത്തിന് ശേഷം കത്തിജ്വലിച്ചുകൊണ്ടിരിക്കുന്ന തീജ്വാലകളാണ്. ഒരുപാട് ഗ്രഹങ്ങൾ, ഒരുപാട് ഗോളങ്ങൾ കത്തുകയാണ്. അള്ളാഹുവിന്റെ പ്രപഞ്ചത്തിൽ അങ്ങനെ എരിഞ്ഞ് പൊരിഞ്ഞ് തീജ്വാലകളാൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു നരകത്തിന്റെ കഷ്ണം പോലെ തീജ്വാലയായി നിൽക്കുന്ന തീച്ചൂളയാണല്ലോ നമ്മൾ ഈ കാണുന്ന സൂര്യൻ എന്ന് പറയുന്നത്. മില്യൺ കണക്കിന് കിലോമീറ്ററുകൾക്കപ്പുറത്ത് അള്ളാഹു കൊണ്ടുപോയി വെച്ചപ്പോൾ നമുക്കതിന്റെ വലുപ്പം ചെറുതായി കാണുന്നു. എത്ര ദൂരെയാണത്, എന്നിട്ടതിന്റെ ചൂടെത്രയാണ്? അങ്ങനെയാണെങ്കിൽ സൂര്യഗോളത്തോടടുക്കുമ്പോൾ എന്തായിരിക്കും ചൂട്? അല്ലാഹുവേ, സത്യവിശ്വാസികൾ, മുഅ്മിനീങ്ങൾ, ഉലുൽ അൽബാബ്, ബുദ്ധിമാനികളായ ആളുകൾ പ്രപഞ്ചത്തെ കുറിച്ച് ആലോചിക്കുമ്പോൾ, നിന്നെ കുറിച്ച് ആലോചിക്കുമ്പോൾ നിന്നോട് ചോദിക്കുന്നത് ഫഖിനാ അദാബന്നാർ, നരകത്തിൽ നിന്നും ഞങ്ങളെ കാക്കണേ എന്ന് ചോദിക്കുന്നവരാണ് അവര്. മുഅ്മിനീങ്ങൾ അങ്ങനെയാണ് ചിന്തിക്കേണ്ടത്. മുഹമ്മദ് ബിൻ മുൻകദിർ റളിയല്ലാഹു അൻഹു രാത്രി എന്തെന്നില്ലാത്ത കരച്ചിൽ കേട്ടപ്പോ ആളുകളെല്ലാം ഓടി വന്നു സമാധാനിപ്പിക്കാൻ. എന്താണ് വിഷയം? മുഹമ്മദ് ബിൻ മുൻകദിർ തങ്ങളോട് വല്ലാത്ത കരച്ചിലാണ്, വിഷമമാണ്. അവരുടെ പ്രിയപ്പെട്ട കൂട്ടുകാരൻ മഹാനായ അല്ലാമ അബൂ ഹാസിം റളിയല്ലാഹു അൻഹു വിളിച്ചുകൊണ്ടുവന്നു. ഒരു സുഹൃത്തായിക്കൊള്ളട്ടെ സമാധാനിപ്പിക്കാൻ. സുഹൃത്ത് അബൂ ഹാസിം റളിയല്ലാഹു അൻഹു വീട്ടിലേക്ക് വന്നു. തന്റെ കൂട്ടുകാരൻ മുഹമ്മദുൽ മുൻകദിറിനെ സമാധാനിപ്പിക്കാനാണ്. ചോദിച്ചു, എന്തിനാണ് കരയുന്നത്? എന്താ നിങ്ങൾ കരയാൻ കാരണം? അബൂ ഹസ്മ എന്നവർ ചോദിച്ചപ്പോ മറുപടി വരുന്നു, ഖറഅതു ഖൗലഹു തആല, സൂറത്തു സുമറിലെ ഒരായത്ത് ഞാൻ ഓതിയതാണ് വിഷയം. വബദാലഹും മിനല്ലാഹി മാ ലം യകൂനൂ യഹ്തസിബൂൻ. വബദാലഹും മിനല്ലാഹി മാ ലം യകൂനൂ യഹ്തസിബൂൻ. അള്ളാഹുവിന്റെ മുമ്പിലേക്ക് വിചാരണക്ക് ചെല്ലുമ്പോൾ പ്രതീക്ഷിക്കാത്തത് അവർക്ക് കിട്ടുകയുണ്ടായി എന്ന് പറഞ്ഞപ്പോ, റബ്ബേ, രക്ഷപ്പെടുമെന്ന് വിചാരിച്ച നാൾ റബ്ബിന്റെ മുമ്പിലേക്ക് ചെല്ലുമ്പോൾ രക്ഷപ്പെടാതിരിക്കുമോ? അള്ളാഹു പുറത്തു വരുമെന്ന് വിചാരിച്ചെന്ന് നോക്കുമ്പോ തൗബ അള്ളാഹു സ്വീകരിച്ചിട്ടില്ലയോ? അള്ളാഹുവിന്റെ മുമ്പിൽ സ്വർഗലോകം കിട്ടുമെന്ന് പ്രതീക്ഷിച്ചെന്നപ്പോൾ നരകം നൽകപ്പെടുന്ന അവസ്ഥകൾ. ഈ വിവരം അള്ളാഹു പറയുന്ന സൂറത്ത് സുമറിന്റെ ആയത്തോതിയപ്പോഴാ മുഹമ്മദ് ബിൻ മുൻകദിർ റളിയല്ലാഹു അൻഹു കരച്ചു നിർത്താൻ കഴിയാതെ പൊട്ടിക്കരഞ്ഞു പോയത്. കാണാത്തത്, പ്രതീക്ഷിക്കാത്തത് സംഭവിക്കുമോ? രക്ഷപ്പെടുമെന്ന് വിചാരിക്കുന്നു, പക്ഷേ രക്ഷ കിട്ടിയില്ലെങ്കിലോ? ഇത് പറഞ്ഞപ്പോഴാണ് മഹാനായ അബൂ ഹസ്മ റളിയല്ലാഹു തആല അൻഹു അവരുടെ കൂടെ ഇരുന്ന് കരയാൻ തുടങ്ങി. രണ്ടുപേരും കരച്ചിലായി. കൂട്ടുകാർ ഓടി വന്ന് പറഞ്ഞു, അബൂ ഹസ്മേ, നിങ്ങളെ കൊണ്ടുവന്നത് ശൈഖ് അവറുകൾക്ക് ഞങ്ങളുടെ വാപ്പയെ സമാധാനിപ്പിക്കാനാണ്, നിങ്ങളും വന്ന് കരയുകയാണോ? രണ്ടുപേരും കൂട്ടക്കരച്ചിലായി. വിശുദ്ധ വചനമോർത്തുള്ള അള്ളാഹുവിന്റെ ദീനിന്റെ ആശയങ്ങളെ ഓർത്ത് കരയുന്നവർ. വബദാലഹും മിനല്ലാഹി മാ ലം യകൂനൂ യഹ്തസിബൂൻ. കരച്ചിൽ വരുന്നത് ഈമാനിന്റെ അടയാളമാണ്. കരയുന്നത് ഹൃദയം ലോലമായതിന്റെ അടയാളമാണ്. കണ്ണെന്ന് കണ്ണുനീര് വരുന്നത് ഖൽബിന്റെ ഉള്ളിൽ ഒരൽപ്പം ഈമാൻ ബാക്കിയുള്ളതിന്റെ അടയാളമാണ്. അള്ളാഹുവിനെ ഓർത്ത് കരയാൻ സാധിക്കാതിരിക്കുന്നത് അപകടമാണെന്നും അള്ളാഹുവിനോട് തരരുത് റബ്ബേ, അല്ലാഹുവേ, കരയാൻ പറ്റാത്ത, കണ്ണുനീർ വരാത്ത കണ്ണുകൾ തരല്ലേ, നിന്നെ പേടിക്കാത്ത ഹൃദയം തരല്ലേ, ഉപകാരപ്പെടാത്ത ഇൽമ് തരല്ലേ, ഉത്തരം കിട്ടാത്ത പ്രാർത്ഥനയും തരല്ലേ എന്ന് അല്ലാഹുവിന്റെ ഹബീബ് ദുആ ഇറക്കാൻ പറഞ്ഞിട്ടുണ്ട്. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ ഖൽബിൻ ലാ യഖ്ശഅ ومن عين لا تدمع ومن نفس لا تشبع ومن دعوة لا يستجاب لها എന്ന് ഹബീബിന്റെ പ്രാർത്ഥനയിൽ കാണാൻ കഴിയും. അല്ലാഹുവേ, നിന്നോട് കാവൽ ചോദിക്കുന്നു. മിൻ നഫ്സിൻ ലാ തശ്ബ, ഒരിക്കലും മതിവരാത്ത ശരീരം, ഒരിക്കലും ആഗ്രഹം തീരാത്ത ശരീരം, ഒരിക്കലും തന്നെ മതിവരാത്ത ശരീരം. അങ്ങനെ വരല്ലേ റബ്ബേ, എനിക്ക് മതിവരണം. ഭക്ഷണമാണെങ്കിലോ പാനീയമാണെങ്കിലോ മറ്റെന്തോ ആസ്വാദനങ്ങളാവട്ടെ, ദുന്യാവിൽ മതിവരാതിരിക്കുന്നത് വലിയൊരു അപകടമാണ്. അല്ലാഹുവേ, നിന്നെ പേടിക്കാത്ത ഹൃദയം എനിക്ക് വേണ്ട റബ്ബേ.
കരയാത്ത കണ്ണെനിക്ക് വേണ്ട റബ്ബേ, വഅഊദു ബിക മിൻ ഐനിൻ ലാ തദ്മ, കരയാത്ത കണ്ണ് തരല്ലേ എന്ന് നബി തങ്ങൾ ദുആ ചെയ്തിട്ടുണ്ട്. നമ്മുടെ കണ്ണുകൾക്ക് നനവ് വരുന്നുണ്ടോ? കണ്ണുകൾ എന്ന കണ്ണുനീരുറ്റി വീഴുന്നുണ്ടോ എന്ന് നമ്മൾ ആലോചിക്കണം. നബി തങ്ങളുടെ മുമ്പിലാണ്, സ്വഹാബത്തിന്റെ മുമ്പിലാണ് ആളുകൾ വരാറുണ്ടായിരുന്നത്. നബിയെ കരയാൻ പറ്റുന്നില്ല നബിയെ, കണ്ണുനീരുകളൊക്കെ പറ്റിപ്പോയിട്ടുണ്ട്. കരയുന്നുണ്ട്. സീരിയലൊക്കെ കാണുമ്പോ, സിനിമ കാണുമ്പോ, അതല്ലെങ്കിൽ അതിലേതെങ്കിലും ആക്ടേഴ്സിന് വല്ല അപകടങ്ങളും സംഭവിക്കുമ്പോ, എന്തെങ്കിലും ഒരു എപ്പിസോഡ് മുടങ്ങിപ്പോകുമ്പോ നമ്മൾ കരയുന്നുണ്ട്. പെണ്ണുങ്ങൾ കരയാറുണ്ട്. സീരിയലിന്റെ അഡിക്റ്റുകളായ ആളുകൾ അതിൽ അഭിനയിച്ച് അവരോടൊപ്പം ലയിച്ചു ചേരാറുണ്ട്. എന്നാൽ അല്ലാഹുവിന് വേണ്ടി ആരാണ് കരയുന്നത്? വബിൽഅസ്ഹാരിഹും യസ്തഗ്ഫിറൂൻ കാനൂ ഖലീലൻ മിനൽ ലൈലി മാ യഹ്ജഊൻ വബിൽഅസ്ഹാരിഹും യസ്തഗ്ഫിറൂൻ. നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു അൻഹ സഹോദരിമാർക്ക് എമ്പാടും മാതൃകയുള്ള മഹദിയല്ലയോ? മഹദിയുടെ മുമ്പിലേക്ക് ഇൽമ പഠിക്കാൻ വന്ന മഹാനായ ഹസൻ റളിയല്ലാഹു അൻഹു മഹാനവറുകൾ വന്നപ്പോ ബീവിയോട് പറഞ്ഞു, ബീവി മാ അക്തറ ഹുസ്നനാ, എന്തോ ഒരു സങ്കടമാണല്ലേ നമ്മൾ ഓർക്കുമ്പോൾ, പരലോകം കുറിച്ച് ഓർക്കുമ്പോൾ സങ്കടം വരുന്നുണ്ട്. ഹസൻ എന്നവരോട് ബീവി പറഞ്ഞു, ഹസൻ എന്നവരെ, നിങ്ങൾ എന്താണ് ഈ പറയുന്നത്? നിങ്ങൾക്ക് സങ്കടമുണ്ടോ? സങ്കടം, ശരിയായ സങ്കടം നിങ്ങളുടെ മനസ്സിലേക്ക് വരികയാണെങ്കിൽ ശ്വാസം പോലും നിങ്ങൾക്ക് ശരിക്ക് ഉപയോഗിക്കാൻ കഴിയില്ലല്ലോ, ശരിക്കൊന്ന് ശ്വാസം വിടാൻ കഴിയില്ലല്ലോ നിങ്ങൾക്ക്. എന്ത് സങ്കടമാ നിങ്ങൾ പറയുന്നത്? നിങ്ങൾക്ക് സങ്കടമുണ്ടോ എന്ന് അങ്ങോട്ട് തിരുത്തുകയാണ് മഹദി നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു തആല അൻഹ. അല്ലാഹുവിനെ ഓർത്ത് കരയുന്ന കണ്ണുകൾക്ക് നാളെ നരകശിക്ഷയില്ലെന്ന് ഹബീബായ നബി തങ്ങൾ. അല്ലാഹുവിന്റെ ഹബീബ് പറയുകയാണ്, ഖത്റതാൻ, രണ്ട് തുള്ളികൾ, ആ തുള്ളികൾ വീഴുന്ന ശരീരത്തിന് നരകം ഹറാമാണ്. ഖത്റതു ദമിൻ തുഹറാഖു ഫീ സബീലില്ലാഹ്, അല്ലാഹുവിന്റെ വഴിയിൽ ഉറ്റു വീഴുന്ന ഒരു രക്തത്തുള്ളി, അല്ലാഹുവിന് വേണ്ടി രക്തസാക്ഷിയാകുന്ന ഒരാൾ. അല്ലാഹുവിനെ പേടിച്ച് കരയുന്ന കണ്ണിന്ന് വരുന്ന കണ്ണുനീർ. ഈ രണ്ട് തുള്ളികൾ, ഒന്ന് രക്തത്തുള്ളിയാണ്, മറ്റൊന്ന് കണ്ണുനീർ തുള്ളിയാണ്. അല്ലാഹുവിന് വേണ്ടി ജിഹാദോ ധർമ്മസമരമോ ചെയ്യാൻ അവസരങ്ങളില്ലാത്ത ഇക്കാലത്ത് നമുക്ക് അല്ലാഹുവിന് വേണ്ടി ചെയ്യാൻ പറ്റുന്ന ഒരു ത്യാഗം ഇപ്പോഴും ബാക്കിയുണ്ട്, ഒരു തുള്ളി കണ്ണുനീർ അല്ലാഹുവിന് വേണ്ടി വീഴ്ത്താൻ കഴിഞ്ഞാൽ ആ കണ്ണുകൾ നരകത്തിലേക്ക് കടക്കുകയില്ലെന്ന് മഹാനായ അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹ്. വമുതസദ്ദിഖുൻ ഖഫത്തസദ്ദുഖ ലം യകുൻ ബിമാ അൻഫഖത യുംനാഹു ഇൽമു ശിമാലി വമൻ ذاكر الرب المهيمين خاليا ففاضت به عيناه خوف نكالي. 7 വിഭാഗം ആളുകൾക്ക് നാളെ അല്ലാഹു തആല അർശിന്റെ തണൽ കൊടുക്കുമത്രേ. 7 വിഭാഗം ആളുകൾക്ക് അർശിന്റെ തണൽ. ആ തണൽ ലഭിക്കുന്നവരിൽ ഒരു വിഭാഗത്തെ നബി തങ്ങൾ പറയുന്നത് ഒറ്റക്കിരിക്കുമ്പോൾ അല്ലാഹുവിനെ ഓർത്ത് കരയുന്നവരാണ്. ആൾക്കൂട്ടത്തിൽ ബഹളം വെച്ച് കരയലല്ല, ഒറ്റക്കായിരിക്കുമ്പോ താനും അല്ലാഹുമല്ലാതെ മറ്റാരുമില്ലാത്ത നേരത്തെ ഒരു റൂമിൽ ഒറ്റക്ക് അല്ലാഹുവിനെ ഓർത്ത് കരയുന്ന കണ്ണുകൾക്ക് നാളെ അല്ലാഹു തആല അർശിന്റെ തണൽ വിരിക്കും. മഹ്ശറയുടെ ചൂടവർക്കുണ്ടാവുകയില്ലെന്ന്. കാലുകളുടെ കാൽമുട്ടിലേക്ക്, തോളിലേക്ക്, വിയർപ്പിലൊക്കെ മുങ്ങിക്കഴിയുന്ന ആളുകൾ ഉണ്ടാകുമത്രേ. ഹബീബായ നബി തങ്ങൾ പറഞ്ഞുവല്ലോ, ആ ചൂടിൽ അല്ലാഹു തണൽ വിരിക്കുന്ന ആളുകളിൽ ഒരു വിഭാഗം ഒറ്റക്കിരുന്ന് അല്ലാഹുവിനെ ഓർത്ത് കരയുന്നവരാണ്. കണ്ടോ, ആർക്കും കരയാൻ തോന്നുന്നില്ല. എല്ലാവർക്കും ഇഷ്ടം കോമഡിയാണ്, എല്ലാവർക്കും കോമഡിയാണ്. എപ്പോഴും വളരെ ഹ്യൂമറസ് ആയിട്ടിരിക്കുക, എപ്പോഴും തമാശ പറയാ, ചിരിക്കുന്ന പരിപാടികൾ. ചിരിയാണ് മനുഷ്യന് ആവശ്യം. എന്നാൽ ചിരിയോടൊപ്പം കരച്ചിൽ വേണ്ടേ? നബി തങ്ങൾ പറയുമായിരുന്നു, അല്ലാഹുവിനെ തന്നെയാണ് സത്യം. ലൗ തഅലമൂന മാ അഅലമു ലദഹിക്തും ഖലീലാ വലബകൈതും കസീറാ.
ചിരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കൂട്ടം ആളുകളുടെ മുമ്പിലൂടെ ഹബീബ് നടന്നു പോയപ്പോഴാ പറഞ്ഞത് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, സ്വഹാബികളെ നിങ്ങൾ ചിരിക്കുകയാണോ? അള്ളാഹുവിനെ തന്നെയാണ് സത്യം. അള്ളാഹുവിന്റെ സ്വർഗവും അള്ളാഹുവിന്റെ നരകവും അള്ളാഹുവിന്റെ ശിക്ഷയും ഞാൻ അറിയുന്ന പോലെ നിങ്ങൾ അറിയുമെങ്കിൽ, ഞാൻ കണ്ടതുപോലെ നിങ്ങൾ കണ്ടിരുന്നെങ്കിൽ, എനിക്കറിയുന്ന പോലെ നിങ്ങൾക്കറിയുമായിരുന്നുവെങ്കിൽ ലളഹിഖ്തും ഖലീലാ വലബകൈതും കസീറാ, നിങ്ങൾ കുറച്ചേ ചിരിക്കുമായിരുന്നുള്ളൂ, നിങ്ങൾ ഒരുപാട് കരഞ്ഞേനെ എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. കണ്ണുനീര് വരുന്നത് ഈമാനിന്റെ അടയാളമാണ്. من سرته حسناته وساءته سيئاته فذلك المؤمن قال رسول الله صلى الله عليه وسلم പറഞ്ഞിട്ടുണ്ടല്ലോ, ഏതൊരു സത്യവിശ്വാസിക്ക് അവൻ ചെയ്യുന്ന സൽക്കർമ്മങ്ങളിൽ ഒരു സന്തോഷവും, സൽക്കർമ്മം ചെയ്യുമ്പോൾ സന്തോഷം. ഒരു നോമ്പെടുത്തു, അൽഹംദുലില്ലാഹ് എന്റെ നോമ്പ് നഷ്ടപ്പെടാതെ കിട്ടിയല്ലോ, അൽഹംദുലില്ലാഹ് എന്റെ നിസ്കാരം കൃത്യമായി നിർവഹിക്കാൻ കഴിഞ്ഞല്ലോ, അൽഹംദുലില്ലാഹ് അല്ലാഹുവിന് വേണ്ടി അവന്റെ ദീൻ പഠിപ്പിക്കുന്ന മദ്രസക്ക് വേണ്ടി എന്തെങ്കിലും ഒരു സ്ക്വയർ ഫീറ്റ്, ഒരു 2000, എന്തെങ്കിലും 2000, ഒരു 4000 എന്തെങ്കിലും എന്റെ വക കൊടുക്കാൻ ഒരു നിയ്യത്ത് ചെയ്യാൻ എന്നെ കൊണ്ടായല്ലോ, ഞാൻ പിന്നീട് കൊടുത്തേക്കാം. ഒരു നന്മ ചെയ്തു. ഒരു നന്മ ചെയ്യുമ്പോൾ സന്തോഷം മനസ്സിലേക്ക് വരുന്നുണ്ടെങ്കിൽ, തിന്മ സംഭവിക്കുമ്പോൾ പശ്ചാത്താപവും സങ്കടവും കരച്ചിലും വരുന്നുണ്ടെങ്കിൽ, ഇത് രണ്ടും ഈമാനിന്റെ അടയാളമാണെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. തിന്മ സംഭവിക്കുമ്പോൾ ഒരു സങ്കടം, നന്മ ലഭിക്കുമ്പോൾ ഒരു സന്തോഷം, ഇത് രണ്ടും ഉണ്ടാകുന്നത് മുഅ്മിനിന്റെ അടയാളമാണ്. അല്ലാഹു ഈമാൻ നഷ്ടപ്പെട്ടു പോകുന്ന, ചോർന്നു പോകുന്ന ഈ കാലത്ത് ഈമാനിന്റെ അടയാളങ്ങൾ നമ്മുടെയും നമ്മുടെ മക്കളുടെയും മക്കളുടെ മക്കളുടെയും തലമുറകളിൽ അല്ലാഹു ഈമാനിൻ നിലനിർത്തി തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ.